എന്തോ ആടി കുഞ്ഞെ ഈ പാതിരാത്രിക്ക്? എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഒട്ടും ഉറക്കം വരുന്നില്ലേ. അതെന്ത് പറ്റി ഇത്ര വലിയ പ്രശ്നം? നമ്മുടെ തുമ്മിച്ചന്റെ ഫീസ് നാളെയല്ലേ അടയ്ക്കേണ്ടത്? നമ്മുടെ കയ്യിൽ പൈസയായിട്ട് ഒന്നും ഇരിപ്പില്ലല്ലോ. അത് കിടക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞതല്ലേ, ദൈവം നമുക്ക് വേണ്ടി കരുതും. എന്റെ എനിക്കാണെ ആദ്യം കയറിയിട്ട് എന്തോ പോലെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചല്ലോ അച്ചായ. എങ്കിൽ എഴുന്നേൽക്ക്, നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. കണ്ണീൻ മണി പോലെ കാത്തിടുവേ നടത്തിടും പൊൻകരത്താലഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ ക്രിസ്തുവിനെ നോക്കി ഇല്ലായ്മകളെയെല്ലാം ഉൾക്കൊണ്ട് അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ എപ്രകാരമാണ് ഇറക്കി വെച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് വിശ്വാസ ജീവിതം നയിച്ചത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നാം ഇതുവരെ ദർശിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും ഫലമായി അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു മാനിച്ചു. വില കൊടുക്കാതെ അനുഗ്രഹം പ്രാപിച്ച ആ തലമുറ പലപ്പോഴും മാതാപിതാക്കൾ കാണിക്കുന്ന മാതൃക മറന്ന് ഈ ലോകത്തിന്റെ ഇച്ഛയ്ക്കനുസരണമായി ദൈവ ഇഷ്ടം മറന്ന് ജീവിക്കുന്നു. ആരാധനകളെ അലക്ഷ്യമായി കാണുന്നു. ഇത് ഈ തലമുറയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന കാഴ്ചയാണ്. ആദ്യം നാം ദർശിച്ച ഇട്ടിച്ചായന്റെയും കൊച്ചമ്മയുടെയും ഏകമകൻ തുമ്മിച്ചന്റെയും കുടുംബത്തിന്റെയും ഇന്നത്തെ അഡ്ജസ്റ്റ്മെന്റ് വിശ്വാസ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന നേർക്കാഴ്ചയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കും. എടി ചിന്നമ്മേ, എന്റെ മൊബൈൽ അവിടെ കൊണ്ട് വെച്ചേക്കോടി. ചർച്ച് ഗ്രൂപ്പിൽ പാസ്റ്റർ മെസ്സേജ് ഇട്ട് കാണും. ചുമ്മാ തെങ്ങനെ ഒരു ആമേൻ അടിക്കട്ടെ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ചിന്നമോ എന്ന് കിടന്ന് ചുമ്മാ വിളിക്കില്ലെന്ന്. അയ്യോ, എന്റെ പേര് എന്തിനടുത്ത് കത്തി കൊണ്ട് പറഞ്ഞത്? ഞാൻ എന്റെ മൊബൈലല്ലേ ചോദിച്ചത്. നിന്റെ പേര് ചിന്നമ്മ ഞാൻ ഇട്ടതല്ലോ, നിന്റെ അപ്പനും അമ്മയുടെ പേരല്ലേ. പിന്നെ ചിന്നമ്മ എന്നല്ല ഞാൻ എന്തുവാടി വിളിക്കേണ്ടി? നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങൾക്ക് തൊമ്മിച്ചൻ എന്നല്ലേ പേരിട്ടെ? എന്നിട്ട് ഞാൻ നിങ്ങളെ എന്താ വിളിക്കുന്നത്? ടോം എന്നല്ലേ? അതേപോലെ നിങ്ങൾക്ക് എന്നെ ചിന്നു എന്ന് വിളിച്ചൂടെ? എല്ലാവരുടെയും മുന്നിൽ ചിന്നു ടോം. എന്ത് നല്ല പേരാ അത്. പിന്നെ കല്യാണം കഴിഞ്ഞ് 10-18 വർഷമായി. അവർക്ക് 40 വയസ്സായി. ഇപ്പോഴും ആഴ്ചക്ക് 2 പ്രാവശ്യം മുടിയും കറപ്പിച്ച് കുട്ടിയിട്ടോണ്ട് നടക്കുന്നുള്ള ചിന്നു. എന്താ ടോം ഈ പിറുപിടുത്തോണ്ടിരിക്കുന്നത്? അല്ല, നിന്റെ ചിന്നു എന്ന് പറയുന്ന പേര് വളരെ നല്ല പേരാന്ന് പറയുമായിരുന്നു. ആണോ ടോം? ചിന്നു നല്ല പേരാണോ? പിന്നെ വളരെ നല്ല പേരല്ലേ. ജിലേബിയുടെ മണ്ടയ്ക്ക് മുട്ടക്കറി ഒഴിച്ച മതിയുള്ള പേര്, നല്ല പേര്. ഈ പേരൊക്കെ വെട്ടിച്ചുരുക്കി വലിയ മോഡേൺ ആകുമ്പോൾ നീ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. നിന്റെ അപ്പനും അമ്മയും എന്തുമാത്രം ചാണകം വാരും പശുവിനെ കറന്നിട്ടുമാണ് നിന്നെ ഈ രീതിയിലാക്കിയെന്ന് നിനക്ക് അറിയാമോ? അയ്യടാ, ആരാ ഈ പറയുന്നേ? നിങ്ങളെ അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ അപ്പനും അമ്മയും വളർത്തിയത്? പിന്നെ ഒരു വ്യത്യാസമുണ്ട്. അവർ അവരുടെ ഇല്ലായ്മയിൽ കർത്താവിനെ സേവിച്ചു. നിങ്ങളോ വലിയ ആളാണെന്നുള്ളതാണ് എല്ലാവരോടും. നിനക്ക് ഇത്രയൊക്കെ പ്രസംഗിക്കാറിയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഓഗസ്റ്റ് നടക്കുന്ന IPM കോൺഫറൻസിൽ നിനക്കൊരു ചാൻസ് തരാം. എന്റെ വഴി റെക്കമെൻഡേഷൻ ഞാൻ ജോസ് പാസ്റ്ററിനോട് ചെയ്യുന്നുണ്ട്. ഓ ശരി, സംസാരിച്ചിരിക്കാൻ സമയമില്ല. നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് കിട്ടിയല്ലോ? അതൊക്കെ കിട്ടി. നിന്നോട് സംസാരിച്ചിരുന്ന സമയം പോയത് പറഞ്ഞല്ലേ. എനിക്ക് ഓഫീസിലോട്ട് പോകാൻ സമയമായി. നിങ്ങൾ പുറത്തോട്ട് പോവാണോ? എന്നാ പിന്നെ എന്നെ ആ റോസ്റ്റി ബ്യൂട്ടി പാർലറിലേക്ക് ഒന്ന് ഇറക്കിയേക്കോ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഇന്നില്ലേ നമ്മുടെ ചർച്ചിന്റെ 12 hours പ്രയർ ഉള്ളത്? നീ രാവിലെ ഏത് ഊട്ടി പാർലറിലോട്ട് പോകുന്നു? ഈ ഉപദേശിക്കുന്നൊന്നും പാടുകയല്ലേ? എടി, പ്രാർത്ഥന എന്നും പറഞ്ഞാൽ അവിടെ പോയിരുന്ന 2 മണിക്കൂർ വെറുതെ പോകും. ഈ പാടുന്ന പാട്ടും പ്രാർത്ഥനയൊക്കെ നമുക്ക് അറിയാത്ത കാര്യമാണോ? വേണമെങ്കിൽ കുറച്ച് വചനങ്ങളോട് പാസ്റ്ററിനോട് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയാം. ആ 2 മണിക്കൂർ ഓഫീസിൽ പോയിരുന്ന 4 മണിക്കൂറിന്റെ കാശ് നമുക്ക് കിട്ടൂടി. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇത്രയും ഓവർ ടൈം ചെയ്തിട്ടും ഒന്നിനും തികയുന്നില്ലല്ലോ. എടി ചിന്നു ടോമേ, നീ മുടി കറുപ്പിച്ചും മുഖം വെളുപ്പിച്ചും കുടുംബം വെളുപ്പിച്ചും കാശ് തിരിച്ചു പിടിക്കാനാണ് ശനിയാഴ്ച ഞാൻ ഓവർ ടൈം ചെയ്യാൻ പോകുന്നത്, അറിയാമോ?
എൻ്റെ ടോമേ, നിങ്ങൾ എന്തോ വിചാരിച്ചേ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ 4 ആൾക്കാരൊക്കെ കൂടുന്നതല്ലേ. അവിടെ ഞാൻ ഇച്ചിരി വൃത്തിക്കും മെനയ്ക്കും ഒക്കെ പോകണ്ടേ? നീ എന്തായാലും ഞാനേത്. അല്ലേ പിന്നെ ടോമേ, ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നില്ല. അയ്യോ, നിനക്ക് ഇത്ര പെട്ടെന്ന് മാനസാന്തരം വന്നോടി? അതല്ലെന്നേ, അവർ പുതിയൊരു സർവീസ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെന്നേ, ബ്യൂട്ടി അറ്റ് ഹോം. അവരുടെ ഒരു സ്റ്റാഫിനെ നമ്മുടെ വീട്ടിലേക്ക് വിടുവന്നേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ? രാവിലെ തന്നെ വിളിക്കുന്നു. എന്തോത്തിനാണോ രക്ഷപ്പെട്ടു. ഡാനെ പിന്നെ വിളിക്കുന്നു. ഹലോ, പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. സന്തോഷമായിട്ടിരിക്കുന്നു പാസ്റ്റർ. ഞാൻ വിളിച്ചത് നമ്മുടെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് വിവരം അറിഞ്ഞായിരുന്നോ? നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നോ? മെസ്സേജ് കണ്ടായിരുന്നു പാസ്റ്റർ. ആരെയും കാണുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. മീറ്റിംഗ് തുടങ്ങി. അത് പാസ്റ്റർ, ഇന്ന് നമ്മുടെ ചിന്നുവിന് അർജന്റായിട്ടൊരു ഗസ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഓഫീസിൽ അർജന്റായിട്ട് കുറച്ച് പണി തീർക്കാനുണ്ട് പാസ്റ്റർ. അത് ടോം ബ്രദറെ, അതിഥി സൽക്കാരമൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുള്ള ദിവസം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നോഹയുടെ കാലത്ത് ഇതുപോലെ തിന്നും കുടിച്ചും ജനം ആ നാടുകളെ നശിപ്പിച്ചു. ഞാൻ പറയാനുള്ളത് പറഞ്ഞേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ പാസ്റ്റർ, ഓക്കെ. ചിന്നൂസ്, ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്തേ. ആമസോണിൽ നിന്നാണോ തോന്നുന്നത്? ഇതാരാ, പാപ്പശാനോ? ചിന്നു ഇന്ന് മീറ്റിങ്ങിനൊന്നും പോയില്ലേ? ഓ ഇല്ല ചായ, കുറച്ച് തിരക്കായി പോയി. അതിരിക്കട്ടെ, നമ്മുടെ തൊമ്മിച്ചനെന്തിയേ? ഇവിടെ ഉണ്ട് ചായ, കേറി വാ. ഇതാര്, പാപ്പച്ചാനോ? വന്ന കാലം ഇരിക്കാൻ നിക്കച്ച. അല്ല ചാ, ഇരിക്കച്ച. എന്റെ തൊമ്മിച്ച, ഞാൻ ഈ നെക്സ്റ്റ് വരെ വന്നത്. അപ്പം ഇവിടെ അടുത്ത് വന്നപ്പോ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാന്ന് വെച്ചു. കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാനും ഉണ്ടായിരുന്നേ. എന്തോ വെച്ചാൽ ഇതിനു വേണ്ടി സംസാരിക്കാം. ഇത് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അതിപ്പം ഞാനിപ്പം നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഹെഡ് പാസ്റ്റർ ഒക്കെ ഇല്ലേ, ഈ കോവിഡ് കഴിഞ്ഞ പിന്നെ ഓൺലൈന് ഓഫ്ലൈന്, ഇതിപ്പോ ഓണാണോ ഓഫാണോ എന്താണോ മൊത്തത്തിലങ്ങൊരു ഇതാണ്. ഇപ്പം നമ്മുടെ പിള്ളേരൊക്കെ, വരുന്ന പിള്ളേരെ പഠിപ്പിക്കാനുള്ള സാറന്മാരില്ല. അങ്ങനെ കുറേ പ്രയാസങ്ങളിലൊക്കെ ഇങ്ങനെ പോവുക. അപ്പം അതൊന്ന് നീയുമായിട്ടൊന്ന് സംസാരിച്ച് പരിഹരിക്കാന്ന് വെച്ചിട്ടാണ്. സൺഡേ സ്കൂളിലെ ആൾക്കാരൊക്കെ ഇല്ലേ വെച്ചാ? നമ്മുടെ ടിബി മോൻ എന്തി, അവനെ ഇപ്പം ചർച്ചയിലൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. അച്ഛൻ എന്തോ വെച്ച് പറയുന്നേ? കോവിഡിന് ശേഷം പിള്ളേരൊക്കെ ഹൈടെക് അച്ഛ. അത് മാത്രമല്ല, അവൻ ഇപ്പൊ ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ ഒരു കുറവ് വന്നപ്പം നമ്മുടെ കുഞ്ഞല്ലേ അവൻ 10-12 ക്ലാസ് സൺഡേ സ്കൂൾ പഠിച്ച ആത്മീയ നിലവാരമുള്ള ഒരു കുഞ്ഞെന്നുള്ള നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെന്നുള്ള നിലയിൽ അവനെ ഉൾപ്പെടുത്താമെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് നിന്നോടൊന്ന് ആലോചിക്കാമെന്ന് വെച്ചാൽ തുമ്പിച്ച ഞാൻ വന്നേ. അച്ഛാ, എന്റെ മോൻ ടിവിയെ കുറിച്ച് എന്താണോ അച്ഛാ പറയുന്നത്? അതെടാ മോനെ, അച്ഛാ, സൺഡേ സ്കൂള് മാത്രം ഒന്നുകൊണ്ടൊന്നും അല്ല, എന്റെ വളർത്തു ഗുണം കൂടെ. നീ എന്താണെങ്കിലും അവനോടൊന്ന് സംസാരിക്കും. നമുക്കൊരു ടീച്ചറിന്റെ ആവശ്യമുണ്ട്. അവനെ പോലെ ഒരാളെ വേണ്ടി. എന്റെ പൊന്നച്ഛൻ, ഞാൻ അവനോട് സംസാരിക്കാനൊന്നും പോത്തൊന്നുമില്ല. പിള്ളേർ അവരുടേതായിട്ടുള്ള ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക. അവന്റെ റൂമിലോട്ട് അച്ഛൻ ഒന്ന് കയറി നോക്കണം. അതെന്താണ് അവന്റെ റൂമിൽ എത്ര പ്രത്യേകത? അതോ, ഞാൻ അവന്റെ റൂമിൽ കഴിഞ്ഞ ദിവസം വെറുതെ ഒന്ന് കയറിയപ്പോ കിട്ടിയത് അച്ഛൻ 5-6 പടമൊക്കെ. അച്ഛൻ നോക്ക്, അച്ഛന് പരിചയമുള്ളവരല്ലോ. ഈ പടം കണ്ടിട്ട് ഏകദേശം ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ കൂട്ടൊക്കെ ഉണ്ടല്ലോ. പഴയ നിയമ ഭക്തന്മാരൊക്കെ ആയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരു വളർച്ചയെ. അച്ഛൻ മത്തം കുത്തിയ കുമ്പളം മുളക്കത്തില്ലല്ലോ. ഇതാരാടാ മോനെ? ഇത് ടിവി മോന്റെ സൗണ്ട് പോലെ ഉണ്ടല്ലോ. ഇത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ബാർബർ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല. ഇവൻ ആകെ ആളെ മാറിയല്ലോടാ. ഇത് അച്ഛൻ നേരത്തെ അച്ഛനോട് ഞാൻ പറഞ്ഞ എന്റെ മോൻ ഹൈടെക് ആക്കി. നമ്മൾ ആലോചിച്ച കാര്യം ഒന്നും ഇനി അവനോട് പറയണ്ട. ഞാനിവിടെ വന്നിട്ടുമില്ല, നമ്മളൊന്നും സംസാരിച്ചിട്ടുമില്ല. അതൊന്നും അല്ല മോനെ. തൊമ്മിച്ച, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. എന്റെ കുഞ്ഞുമോന് ഞാനിപ്പോ കഴിക്കാൻ തരാം. അപ്പൊ അപ്പച്ചാൻ ഇപ്പൊ അവിടൊക്കെ ചെന്ന് എന്തൊക്കെ ആരോടൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. ചർച്ചിലുള്ളവരെയൊക്കെ ഞാൻ എങ്ങനെ ഇനി
ഫേസ് ചെയ്യണ്ട കർത്താവേ. നിങ്ങൾ എന്താ മനുഷ്യ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നീ ഒന്ന് മിണ്ടായിരിക്കും ചിന്നു. അവന്റെ വഴിക്കങ്ങ് വിട്ടേക്കാമോ? അപ്പൻ ഇപ്പോഴാണപ്പാ എന്റെ അപ്പനായത്. അല്ല, എന്തിനാ ഞാൻ എന്റെ എനർജി വേസ്റ്റ് ആക്കുന്നത്? അപ്പനും കൊള്ളാം, മോനും കൊള്ളാം. Mom, I'm hungry. എന്റെ ചിബി, കർത്താവ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം വേർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്നാ. മമ്മിക്ക് അറിയില്ല എനിക്ക് അപ്പം ഇഷ്ടമല്ലെന്ന്. അമ്മളെ അയ്യോ എന്നെ കിട്ടുന്നതിന്റെ ടൈമായി. മമ്മി പെട്ടെന്നൊരു ബുൾസ എടുത്തേ. നിങ്ങൾ അമ്മയും മോനോട് അപ്പം ചൂടുക ബുൾസ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഓഫീസിൽ പോവാം. ഹലോ Hello, Betul TV Tommy. ഹൂ TV Tommy. വാട്ട്? Entah malam Arabic. നോ 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 ഇംഗ്ലീഷ്, Maaf Imamu. only English. Your son is here at Alberta Police Station. Yalla tar jaldi. Come fast. Come fast. Okay sir, okay. ഈ അച്ഛനിത് എവിടെ പോയി കിടക്കുക? ഫോൺ എടുക്കുന്നില്ലല്ലോ ദൈവമേ. ഹലോ ഹലോ ടോം, നിങ്ങളിത് എവിടെ പോയി കിടക്കുവോ? ഞാൻ എത്ര പ്രാവശ്യമായിട്ട് നിങ്ങളെ വിളിക്കുക. നിങ്ങളെ കിട്ടാഞ്ഞിട്ട് ഞാനിപ്പോ ഇറാഖ് രഞ്ജിയെ വിളിച്ചു. നമ്മുടെ മോന്റെ കാര്യം നിങ്ങൾ വല്ലതും അറിഞ്ഞോ? എനിക്കിപ്പോ വർഷ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നേ. അതെന്നെ, നമ്മുടെ മോനെ അവരവിടെ എന്തോ കേസിന് പിടിച്ചു വെച്ചേക്കുവാണെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചായ. അല്ല ചായ, അച്ഛ എന്തായാലും ഒന്ന് വർഷ പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ലെന്നേ. ഇല്ലെന്നേ, എന്റെ മുഖത്ത് ഇപ്പൊ ഫേസ് പാക്ക് ഇട്ടതേ ഉള്ളൂ. അവര് പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുന്ന. ഇനി എന്താ ചെയ്യാ? പാസ്വേർഡ് കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാം. ഹലോ ഹലോ, പാസ്റ്ററിലാണോ? മെസ്സേജ് വന്നോണ്ടിരിക്കാൻ ജോർജ് സംസാരിക്കുന്നത്. ആണോ? ജോർജെ, പാസ്റ്ററിനോടൊന്ന് പറയൂ, നമ്മുടെ തിബിമോനി എന്തോ കേസിൽ പെട്ട് പോലീസ് സ്റ്റേഷനിലാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയൂ. ശരി ജോർജെ, ശരി 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 ശരി. ഓക്കെ ഓക്കെ ഓക്കെ. A few moments later. ആ, അവര് വന്നെന്നാ തോന്നുന്നേ. മമ്മി എന്റെ എല്ലാം പോയി മമ്മി. എന്റെ ഗ്രൂപ്പ് 250 പോയി മമ്മി. എന്റെ എല്ലാം പോയി മമ്മി. നിന്റെ മുടി എന്തിയടാ മോനെ? അത് ഒരു വെട്ടി മമ്മി. ഇനി അങ്ങനെ നടന്നാ പിടിച്ച് അകത്തിടുമെന്നാ പറഞ്ഞേക്കുന്നത്. രഞ്ജി ബ്രദറെ, എന്തോ പറ്റിയതാ അവന്? എന്റെ അമ്മമ്മോ ഒന്നും പറയണ്ട. ദൈവം പ്രവർത്തിച്ചോണ്ട് മാത്രം ഈ കേസിന് നമ്മൾ ഊരിപ്പോരുന്നത്. എടാ, ഡാഡി എന്തിയടാ? ചിന്നമ്മാമയ്ക്ക് എല്ലാം കൊണ്ടും നല്ല കാലമാണല്ലോ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുടെ കാലമാണ്. എനിക്കെന്തായാലും 2 കൈയല്ലേ ഉള്ളൂ. രണ്ടാമത്തെ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ രഞ്ജി, ഒന്ന് വെറുതെ പഠിക്കരുത്. ഇതിൽ എവിടെ പഠിക്കാന്ന് വെച്ചാൽ മൊത്തം പ്ലാസ്റ്റർ അല്ലേ? അടിച്ച് ഇന്ന് നോക്കിയിരിക്കാതെ പഠിക്കടി. ഡാഡി പോട്ടെ ഡാഡി. നീ കൂടെ നീ കാരണം ഞാൻ ഇപ്പൊ പടമാണ്. അയ്യോ, നിങ്ങൾക്കിത് എന്താ പറ്റി? എന്താ പറ്റാനോ ഇതിൽ കൂടുതൽ? നീ ഷേക്സ്പിയറിനോടുള്ള ജുമേരക്കുള്ള എക്സിറ്റിനോടുള്ള കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. എന്നാ ഞാൻ അത് കണ്ടില്ല. അപ്പുറത്തിലുള്ള ഒന്നും കണ്ടില്ല. എന്നിട്ട് എന്താ അവനാ വണ്ടി പോയി ഡിവൈഡർ അടിച്ച് തല കൂടി മറിഞ്ഞ് ഈ പരുവത്തിലെങ്കിൽ ഇനി എത്താൻ പറ്റും. എന്റെ കർത്താവേ, ഞാൻ എത്ര നാളെ ഓവർടൈം ചെയ്താൽ ഈ കടമൊക്കെ ഒന്ന് വീട്ടാൻ പറ്റും. എന്റെ ദൈവമേ, മീറ്റിങ്ങിന് പോവാ ദൈവത്തെ കളിപ്പിച്ചുകൊണ്ട് നടന്നതിൻ്റെയൊക്കെ ഈ അനുഭവിക്കുന്നത് നമ്മൾ. അതെ അച്ചായ, വളരെ ശരിയാ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ കയറി വന്നാട്ടെ, അവരകത്തുണ്ട്. ഇത് എന്ത് പറ്റി? പാസ്റ്റർ ഇപ്പോഴെങ്കിലും വന്നല്ലോ. രാവിലെ ഞാൻ തുമ്മിച്ചനെ ഫോൺ ചെയ്ത് പറഞ്ഞതല്ലേ, ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ?
പാസ്റ്റർ ഇനി പഞ്ചറാവൊരു സ്ഥലം കൂടില്ല. പാസ്റ്ററിന് കുത്തുവാക്കോട് പറഞ്ഞ എന്നെ മൊത്തത്തിൽ തളർത്തല്ലേ. എന്റെ തൊമ്മിച്ച, എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ ഉപദേശിച്ച അപ്പനെയും മകനെയും നിങ്ങൾ കേട്ടനുസരിച്ചില്ലല്ലോ. ഇന്ന് രാവിലെ കൂടെ ഞാൻ നിങ്ങളെ ഉപദേശിച്ചതല്ലേ. ദൈവാലോചനയെ നമ്മൾ തുച്ഛീകരിക്കരുത്. ഇത്രയേ സംഭവിച്ചോളല്ലോ. ബാലശിക്ഷ നൽകുന്നത് ഒരിക്കലും നമ്മൾ ദോഷത്തിനായിട്ടല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്. ദൈവം ഒരു അവസരം കൂടെ നമുക്ക് തന്നിരിക്കുക. ഈ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം. ഇങ്ങനെ ഒരു കുത്തുവരുത്ത ജീവിതമല്ല തുമ്മിച്ച ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുക. കോവിഡ് കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഈ പഴയ നിലവാരത്തിലൊന്നുമല്ല നിങ്ങളെ നിൽക്കുന്നത്. നിങ്ങൾ അല്പം പുറമോട്ടാണ്. ഇവനെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ടിവിമോനെ, നിന്റെ മുടിയൊക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോൾ പറഞ്ഞല്ലേ ഒന്ന് വെട്ടി വൃത്തിയാക്കണമെന്ന്. നിന്നെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടല്ലോ ടിവിമോനെ. എന്താ പറ്റിയതിനൊക്കെ? ഒന്നും പറയേണ്ട മാസ്റ്ററുകളെ, എൻ്റെ കൂട്ടുകെട്ട് എന്നെ ചതിച്ചതാണ്. ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. ശരിയാ മാസ്റ്റർ, മാസ്റ്റർ പറഞ്ഞ എല്ലാം ശരിയാണ്. ഞാനൊരു അപ്പനെന്ന നിലയിൽ ഞാൻ വളരെ തോൽവിയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലായി. ഇവൻ ആ റൂമിനകത്ത് കയറി കഥ വളച്ചിട്ട് തുറന്ന് കാണിച്ചു കൊണ്ടുപോയി ഞാൻ എല്ലാം നല്ല കാര്യം ചെയ്യുവാണെന്നാണ് മാസ്റ്റർ ചിന്തിച്ചത്. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ വലിയ വലിയ കെണികളിലേക്ക് അകപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മാസ്റ്റർ. പിന്നെ നിങ്ങളുടെ കുടുംബമായിട്ടുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ മനഃപൂർവ്വം പ്രാർത്ഥന കൂട്ടായ്മകളെ മുടക്കുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും തിരക്കുകളുണ്ട് തുമ്മിച്ച. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമുക്ക് നന്മകൾ തരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സമയം കിട്ടുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ കടന്നു എന്ന് സ്തോത്രയെ അർപ്പിക്കുക എന്നുള്ളതാണ്. അച്ഛൻ്റെ പിതാവിനെയും മാതാവിനെയും കുറിച്ച് ഈ ദൈവസഭയിൽ നല്ല സാക്ഷ്യമുള്ളതാണ്. ഐട്ടിച്ചാനും അമ്മാമയും അദ്ദേഹം നല്ലോണം അധ്വാനിച്ചു കുടുംബം പുലർത്താൻ വേണ്ടി. അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ദാനിയേലിനെ പോലെ ദൈവസന്നിധിയിൽ മുഴങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പിതാവിന്റെ അടുത്ത തലമുറയായ നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു ഇത്രത്തോളം കൊണ്ടുവന്നത്. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതോ മനഃപൂർവ്വം മീറ്റിങ്ങുകളെ ഉപേക്ഷിച്ച് മൊബൈൽ ഫോണിലും ഓൺലൈൻ മീഡിയകളിലും ഒക്കെ സമയങ്ങളെ ചെലവഴിച്ച് പലപ്പോഴും ആരാധനയുടെ നമ്മുടെ 2 മണിക്കൂർ പോലും നിങ്ങൾക്ക് അസഹ്യമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഈ അലസത കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ അടുത്ത തലമുറ വളർന്നു വരുന്നത്. തുമ്മിച്ച, നിങ്ങളുടെ പിതാക്കന്മാർ വിശ്വസ്തയോടെ നിന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ നന്മ അനുഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പുറകെ പോകുന്നതുകൊണ്ട് നിങ്ങളുടെ തലമുറകൾ ഇങ്ങനെ പല നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. മലാക്കി 4:1 പ്രകാരം പറയുന്നു, ചൂടോടെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ സകല അഹങ്കാരികളും ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിന്റെ കോപത്തിൽ എറിയപ്പെടുവാൻ ഇടവരാതെ മാതൃകയുള്ള സാക്ഷ്യമുള്ള പ്രത്യാശയുള്ള ദേശത്ത് മാതൃകയായി ജീവിക്കുന്ന ഒരു കുടുംബമായി തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഉത്സാഹത്തിനും മടുപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് ദൈവസന്നിധിയിൽ വസിക്കാം. അതുകൊണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമപുണിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് കൂടുന്നു. തുമ്മിച്ച, ഈ പ്രതിസന്ധി പ്രമോഷനാണ്.